നമസ്കാരം. സാധാരണ സിനിമ തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മളൊരു പത്രസമ്മേളനം നടത്താറ്. ചെറിയ പനി, ചെറിയ ഇത്തിരി വലിയ പനി വന്നുകൊണ്ടാണ് നമുക്ക് നടത്താൻ പറ്റാതെ പോയി. ഇപ്പോഴും പനി വിട്ട് മാറിയിട്ടില്ലെന്നാലും ഈ ചൂടോടെ നിങ്ങളെ കാണാമെന്ന് വിചാരിച്ച ഒന്നാണ്. സിനിമ ഏതായാലും കുറച്ച് പേരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിനിമയെ പറ്റി നമ്മൾ ഒരുപാട് വിശദീകരണത്തിൻ്റെ ആവശ്യങ്ങളില്ല എന്ന് വിചാരിക്കും. പിന്നെ ഇവരൊക്കെ ഓരോരുത്തരായി പലതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഞാൻ മാത്രമാണ്. പക്ഷേ എന്നെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഇവരോട് ചോദിക്കും. ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല. സിനിമ കണ്ടതിന് ശേഷം ഇനി പ്രത്യേകിച്ച് സിനിമയെപ്പറ്റി ചോദിക്കേണ്ടേ. സിനിമയെ കാണാത്തവർക്ക് സ്പോയിലർ ആകാത്ത തരത്തിലുള്ള ചോദ്യങ്ങളും മറുപടിയും ആകുന്നതാണ് നല്ലത്. ഞങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അത് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് നമ്മുടെ ആഗ്രഹം. ഞങ്ങൾ നമ്മൾ സഹകരിക്കുന്നതായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സംവിധായകരെ കുറിച്ച് സംസാരിക്കും. Good evening. I'm very happy to be here. എൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ മലയാളത്തിൽ ഇങ്ങനെ ഇറങ്ങി സെഞ്ചിരിക്കുക. പക്ഷെ ഇപ്പോൾ സാർ അടുത്തിരിക്കുമ്പോൾ കുറച്ച് നെർവസ് ആണ് എനിക്ക്. അതുകൊണ്ട് ഐ ട്രൈ ആൻഡ് ഗെറ്റ് ഓവർ ദ നെർവസ്നെസ്. Today I'm very happy to be here for sure. Sharing this space with sir. ഞാൻ ഈ ഓൾമോസ്റ്റ് ഒരു 8 to 9 months മുമ്പ് ഞാൻ ഈ കഥ ഡോക്ടർ നീരജിനെ കേട്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കിതൊരു ഇതിപ്പോൾ ഇതാണ് ട്രെൻഡ്. പക്ഷേ ഇതൊരു സീക്വൽ അങ്ങനെ ഒരു ഐഡിയ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് എനിക്കൊരു സീരീസ് ഓഫ് ഫിലിംസ്, ഒരു സീരീസ് ഓഫ് സ്റ്റോറീസ് ഓൺ ദിസ് ഡൊമിനിക്, ഈ ക്യാരക്ടർ ട്രാവൽ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. ആൻഡ് ദെൻ എനിക്ക് ഡോക്ടർ നീരജ് ഫസ്റ്റ് ഈ കഥ പറയുമ്പോൾ എനിക്ക് എനിക്കിത് മമ്മൂട്ടി സാറിൻ്റെ അടുത്ത് ഇത് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കാൻ ഒരു 3 months ആയി. സാറിൻ്റെ അടുത്ത് ഫസ്റ്റ് പറയുമ്പോൾ ഫസ്റ്റ് സാർ പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ ടു മെനി ഫിലിംസ് അത് കേരള വേണമെന്ന് ചോദിച്ചു. ദെൻ ഐ സെഡ് സർ ലിസൺ ടു ദ സ്റ്റോറി, ഐ എം ഷുവർ യു ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ സർ ഹേർഡ് ദ സ്റ്റോറി ആൻഡ് he immediately said we will start shoot in 10 days. And ഒരു 6 months ഉള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്ത ഒരു പ്രോജക്റ്റാണ്. I'm very happy to have directed sir and in a film that's produced by him. And I had the support of a great story by Dr. Neeraj and this wonderful team and cast that's sitting next to me. Sir knew most of the suggestions about casting and I completely went with his call. Beautiful call it was to cast Sushmita as Nandita, Meenakshi as Pooja, and Vineet sir, the character that he played as Prakash. And almost every other actor who played the character in the film. It was my call to bring Vishnu on board and sir immediately said yes. And Darbuka Shiva did the music and Anthony did the editing. And I don't mean any lesser than what I'm trying to say, but I'm extremely happy to be here today and with the response that this film is getting. Sir Sonu Madri, it was a very blessing to be here today in front of all of you to speak this way. And ஒரு பெரிய ரெஸ்பான்சிபிலிட்டி கொடுத்தாங்க சார் எனக்கு. அவங்க ஓகே சொல்லி என்ன காஸ்ட் பண்ணதுக்கு அப்புறம் ஐ ஹோப் ஐ லிவ்ட் அப் டு இட். எல்லாரும் பார்த்து உங்களோட ஃபீட்பேக் என்னன்னு சொல்லுங்கள். So more than anything, I'm extremely happy to be here. I'm extremely happy to be a part of this project with such wonderful people. Thank you. എല്ലാവർക്കും നമസ്കാരം. പടം ഞാൻ എന്താണ് കണ്ടതിന് ശേഷം പ്രേക്ഷകരെ പോലെ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഐ തിങ്ക് ഒരു അഡോറബിൾ മമ്മൂക്കനാണ് നമുക്ക് ഈ പടത്തിലൂടെ കിട്ടിയത്. ഭയങ്കര ഒരു പ്ലഷറബിൾ ജേർണി ആയിരുന്നു വാച്ചിങ് മമ്മൂക്ക ആസ് ഡൊമിനിക്. അതിൻ്റെ ഗ്ലിംസസ് അദ്ദേഹത്തിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഞാനിങ്ങനെ സെൻസ് ചെയ്തു. സോ ഐ എസ്പെഷ്യലി ദർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് ഇൻ ദ ഫിലിം
അപ്പം നമുക്കത് ഇതിനകത്ത് ആ റെൻഡിഷനും നമുക്കത് പെർഫോം ചെയ്യുന്നത് വളരെ അത്ഭുതത്തോടെ ഞാനിങ്ങനെ നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ടു ഡൊമിനിക്. തീർച്ചയായിട്ടും ആ മാജിക് പ്രേക്ഷകർ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതുപോലെ ഗൗതം സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത് അദ്ദേഹം is a great craftsman. ഒരു സൗത്ത് ഇന്ത്യയിൽ തന്നെ വെരി വെരി വെൽ നോൺ ഡയറക്ടർ. ഓൾ ഹിസ് ഫിലിംസ് ആൻഡ് an amazing fan following കേരളത്തിലും. സോ അങ്ങനെ ഒരു ഡയറക്ടർ മമ്മൂക്ക കോമ്പിനേഷനിൽ അസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് ഒരു ഗ്രേറ്റ് ഓണർ ആൻഡ് പ്രിവിലേജ്. താങ്ക് യു സർ ഫോർ തീർച്ചയായിട്ടും പടം പോയി കാണും. കാരണം ഇതിൽ ഒരുപാട് മെമ്മറബിൾ മൊമെന്റ്സ് ഉണ്ട്. നമുക്കൊന്നും ഇതിൻ്റെ സ്റ്റോറി ലൈനിനെ കുറിച്ചോ കഥാപാത്രങ്ങളെ കുറിച്ചോ വി കനോട്ട് ഡിസ്കസ് ബിക്കോസ് കാണാത്തവർക്ക് ഒരു സ്പോയിലറാവും. അതുകൊണ്ട് എക്സ്ട്രീംലി താങ്ക്ഫുൾ ടു ദ ടീം മമ്മൂട്ടി കമ്പനി, മമ്മൂക്ക, Gautam sir and the whole team of technicians for making me a part of this. Thank you. So dream come true moment for me because having ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ഒരുപാട് മമ്മൂക്കായിട്ട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. അത് ഈ സിനിമയിലൂടെ കിട്ടിയാലും ഒരു ഗൗതം മേനോൻ ഫിലിമിലൂടെ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം, ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. And thanks Mammootty company and Gautam Menon for considering me for this small role. Great reviews. Ella online media great reviews വന്നുകൊണ്ടിരിക്കുകയാണ്. I have not personally seen the film. ഞാൻ ഇന്നലെ രാത്രിയിലാണ് എത്തിയത്. ഇന്ന് വൈകുന്നേരം കാണും. So very excited to go and watch it. And thank you everyone. Thank you sir. ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് ഗൗതം സാറിനോട് പറയുമ്പോൾ ഒരിക്കലും ഇത്ര പെട്ടെന്ന് മമ്മൂക്കയുടെ അടുത്ത് എത്താൻ സാധിക്കുമെന്നോ ആ ചിത്രം ഇത്ര പെട്ടെന്ന് പുറത്തിറങ്ങി ഇപ്പം നല്ല റിവ്യൂസ് വരുന്ന കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഒരു കോവിഡ് ടൈമിലാണ് നീതിരാജയുടെ ഒരു വൺ ലൈൻ പറയുന്നത്. അപ്പോൾ അവിടുന്ന് ആ ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗൗതം സാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഗൗതം സാർ ഒരു ആക്ഷൻ അങ്ങനത്തെ ഒരു ഇതായിരുന്നു, കുറച്ചൊരു ഫൺ മൂഡുള്ളൊരു ഫിലിം ഗൗതം സാറിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഗൗതം സാർ അത് അക്സെപ്റ്റ് ചെയ്തു. അവിടുന്ന് ഒരിക്കലും മമ്മൂക്ക പോലൊരു ആക്ടറെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ആ ഒരു സ്റ്റേജിലേക്ക് അതിനെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഗൗതം സാറിനെ കുറിച്ച് ചോദിച്ചത് മമ്മൂക്ക ഇതിനകത്തേക്ക് വന്നാൽ നമ്മൾ ഈ സ്റ്റോറിയിൽ ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ ഒരുപാട് ചേഞ്ച് വരുത്തേണ്ടി വരില്ല എന്നാണ്. അപ്പോൾ അന്ന് ഗൗതം സാർ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അതേപോലെ തന്നെ സാറിൻ്റെ അടുത്ത് നമുക്ക് പറയാം, അതിനകത്ത് നാച്ചുറലായിട്ടുള്ള സാധനം പറഞ്ഞാൽ മതി എന്നാണ്. അപ്പം നമുക്ക് അടുത്ത സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, സാറ് ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് കാണുന്നത്, ഇതിനകത്ത് എന്തുമാത്രം ചേഞ്ചസ് ആയിരിക്കും നമുക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുള്ളത്. പക്ഷെ നമുക്ക് ആദ്യം ഞങ്ങൾക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങളെന്താണോ ഓർഗാനിക്കായിട്ട് ആ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് അത് മാത്രം എനിക്ക് മതി, എനിക്കായിട്ടൊരു ചേഞ്ച് നിങ്ങൾ തന്നെ ആ സിനിമയിൽ വരുത്തി അതിനൊരു ഇതുണ്ടാക്കണ്ട എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് തന്നത്. അസോസിയേഷൻ്റെ പാർട്ടാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്നതും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്, ഒരു പേഴ്സണാണ് മമ്മൂക്ക. അപ്പോൾ മമ്മൂക്കയുടെ കൂടെ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസിൽ വരുന്ന ഡൊമിനിക് എന്ന് പറയുന്ന ഫിലിമിൻ്റെ ഒരു പാർട്ടാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓൾസോ ഗൗതം സാറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു വലിയൊരു പ്രോജക്റ്റ് ഇന്നലെ തൊട്ട് നല്ല റിവ്യൂസാണ് നമ്മൾ എല്ലാവരും കേൾക്കുന്നത്. അപ്പോൾ ഭയങ്കര വലിയ സന്തോഷമാണ് ഈ ഒരു മൂവിയുടെ പാർട്ടാവാൻ സാധിച്ചത്. സോ താങ്ക് യു മമ്മൂക്ക, താങ്ക് യു ഗൗതം സർ, താങ്ക് യു മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് സർ. താങ്ക് യു. ഹലോ എവരിബഡി, എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അത് ഗൗതം സാറിൻ്റെ മമ്മൂട്ടി സാറിൻ്റെ ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഈ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. താങ്ക് യു. ഇവിടെ ആദ്യം വളരെയധികം സന്തോഷം. 2025 സൂപ്പർ സിനിമ എന്ന മമ്മൂട്ടി കമ്പനിക്കും ഈ ടീമിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. മമ്മൂക്ക ഡൊമിനിക് എന്നൊരു സിനിമ ഇന്നലെ കണ്ടിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ആദ്യം ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ എന്നോട് ഗൗതം സാറിൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞു, മമ്മൂക്ക പറഞ്ഞത് ഇതെങ്ങനെയാണ്, ഞാൻ പോലീസ് വർക്ക് ചെയ്തിട്ടുണ്ട്,
ഒരു ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് ഇത് ഈ സിനിമ എങ്ങനെ പോകുന്നത് ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അതിനും അപ്പുറത്തേക്ക് മമ്മൂക്കായ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ട് ഡാൻസ് വരെ സ്റ്റെപ്പ് വെപ്പിച്ചുകൊണ്ട് മമ്മൂക്കായ നമുക്ക് വീണ്ടും തിരിച്ചു തന്ന പോലെ തോന്നുകയാണ്. മമ്മൂക്ക എങ്ങനെയാണ് ഈ സിനിമ കണ്ടത്? പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു, കുറെ റിവ്യൂ കണ്ടിരുന്നു. മമ്മൂക്ക എങ്ങനെയാണ് ഇപ്പൊ പ്രേക്ഷകരോട് അതിനെ കുറിച്ച് പറയാമോ? പ്രത്യേകിച്ച് അവരുടെ അഭിപ്രായങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, കുറച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറേ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറച്ചുകൂടി ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, കുറച്ചുകൂടെ നന്നാക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, വളരെ നന്നായി എന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെ പല ആൾക്കാരുണ്ടാവും. അവരെടുത്തിപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല, അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോപ്പോർട്ട് ഹീറോ ക്യാരക്ടറല്ല നമ്മൾ ചെയ്യുന്നത്. നവതയാണ് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡല്ല, എന്താ പറയുക, പിരിച്ചുവിടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അയാളുടെ ഫാമിലി, അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ്, അയാളൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. അപ്പോൾ ഈ ഫൈറ്റും ഗുസ്തിയൊക്കെ നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫൈറ്റ് ചെയ്യണമെന്ന് പറയരുത്. എല്ലാ കഥാപാത്രങ്ങളും ഗുസ്തിക്കാരല്ലല്ലോ. ഇതിനകത്ത് ഡൊമിനിക്ക് അങ്ങനെ ഒരു ഗുസ്തിക്കാരനൊന്നുമല്ല. അയാൾ തൽക്കാലത്തേക്ക് ഒരു എന്താ പറയുക, ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ പടത്തിൽ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 100 പേരൊക്കെ ഇടിച്ച് വീഴ്ത്തുന്ന നായകന്മാരുണ്ടെന്നുണ്ട് ഇവിടെ. ഞാനും ചെയ്തിട്ടുണ്ടില്ലെന്നില്ല. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചുകൂടി റൂട്ടഡ് ആകാൻ വേണ്ടിയാണ് കഥാപാത്രം അങ്ങനെ പറഞ്ഞത്. സാധാരണ പറഞ്ഞ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം, കുറച്ചുകൂടെ സ്വാഗ് ഉണ്ടാക്കാം. അത് വേണ്ടല്ലോ, നമ്മൾ സ്വാഗതം പാടുന്നുണ്ടല്ലേ. അപ്പോൾ അത് വ്യത്യസ്തമായ കഥാപാത്രം ആയിക്കോട്ടെ, ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ, സാധാരണ മനുഷ്യനെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടായത്. അപ്പോൾ അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മുടെ സിനിമ പ്രേക്ഷകൻ്റെ സിനിമാബോധങ്ങളുടെ വളർച്ചയാണ് കാണിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ നായകനായി കാണാനും അങ്ങനെയുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അങ്ങനെ ഉള്ള സീനുകളും അങ്ങനെയുള്ള ആശയങ്ങളും ഉൾക്കൊള്ളാൻ അതുകൊണ്ട് സാധിക്കുന്നുള്ളത് വലിയ കാര്യമാണ്. വെൽക്കം. ഡാൻസ് സ്റ്റെപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഡാൻസ് പൊതുവെ മമ്മൂക്ക ചെയ്യില്ല എന്നാണ് ഗൗതം സാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ചെയ്യാം. പക്ഷെ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ചെറിയ സ്റ്റെപ്പുകളാണെങ്കിൽ പ്രേക്ഷകരുടെ കയ്യിൽ നല്ലൊരു കയ്യടി മേടിച്ച സ്റ്റെപ്പുകളായിരുന്നു. അതെങ്ങനെയാണ് ഗൗതം സാർ പറഞ്ഞപ്പോൾ സാർ അത് ആദ്യം വേണ്ട എന്ന് പറയുന്നു, മമ്മൂക്ക അത് വേണ്ടാന്ന് പിന്നീട് അതിലേക്ക് മമ്മൂക്ക ഇൻവോൾവ് ആകുകയാണ് ചെയ്തത്? സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്ര പരിചയമുള്ള ആളല്ല. ഞാൻ ഡാൻസൊന്നും പഠിച്ചിട്ടില്ല, മറ്റേ കലാമണ്ഡലത്തിൽ. അതുകൊണ്ട് പൊതുവെ മടിയാണ്. പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നു. പിന്നെ എന്തോ ആവട്ടെ ബന്ധപ്പെട്ടു പോയില്ല എന്ന് വെച്ചങ്ങ് ചെയ്തു പോയി. അത് വളരെ അതിൻ്റെ 3 ഇരട്ടി ഉണ്ടായിരുന്നു. ഞാനതിൽ നിന്ന് ഇറങ്ങി പുറകോട്ട് വന്നതാണ്. ഡാൻസ് മാസ്റ്റേഴ്സ് ഇറങ്ങി വിളിച്ച് അതിപ്പോൾ എത്രത്തോളം മോശമായിട്ടുള്ള അത്രത്തോളം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. അതൊരു ഫാൻ ബോയ് മൂമെന്റ് ആണ് എൻ്റെ. പ്ലസ് പടത്തൊരു ഡയലോഗ് ഉണ്ട്, ഡാൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് സാർ ഡോമിനിക്കായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത് വേണമെന്ന് ഞാൻ ഭയങ്കര ഒരു ഡാൻസ് കാണാൻ വേണ്ടി ആയിട്ടുണ്ടല്ലോ. സിനിമ ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്. അതിലുണ്ട് നമ്മളെല്ലാവരും ഡാൻസ് കളിക്കും. ഈ കുറെ വർഷം മുമ്പ് ഒരു കഥ പറയാൻ വന്നിട്ടുണ്ടല്ലോ ശരി. അപ്പോ നമുക്ക് ഇപ്പൊ നറേറ്റീവ് ചെന്നപ്പോഴും അതെവിടെയെന്ന് ആദ്യം ചോദിച്ചാണ് കേട്ടെ. ശരിക്കും ആ ടൈമിൽ കേട്ട കഥ ആ കഥ ഇതുപോലൊരു പോലീസ് ഓഫീസറുടെ കഥയാണ്. ഇതുപോലെ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. ഇതല്ല കഥ. അതൊരു സീരിയൽ കില്ലറിൻ്റെ കണ്ടുപിടിക്കേണ്ട ഒരു കഥയാണ്. നല്ല രസമുള്ള കഥയാണ്. അതൊരു 10-20 വർഷമായിരുന്നു അല്ലേ. 2005 20 വർഷം കൃത്യം. അത് അനുഭവപ്പെടുത്തിയ ഉള്ളുന്ന കഥയാണ്. പുള്ളി പക്ഷേ കഥ പറഞ്ഞ് ഞാൻ കുറച്ച് ആവേശഭരിതനായിട്ട് പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ഇവിടെയാണ് പോകുന്നത്. നല്ല കഥയാണ്. പക്ഷെ അത് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡ് അല്ലേ, സസ്പെൻഡാണ്. റിട്ടയറിംഗ് പോലീസ്. അന്നേ റിട്ടയർമെന്റ് ആണ്. ഇപ്പൊ പുള്ളി അത് ചെകഞ്ഞെടുത്ത് കഴിയുമ്പോൾ വേറെ കഥകളുണ്ടല്ലോ. കഥയ്ക്കൊന്നും പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇതോടെ പോയത് തിരിച്ചു വിളിപ്പിച്ചത്. ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല. പുള്ളി പോയിട്ട് പുള്ളി പോയിട്ട് തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞോട്ടില്ല. കഥ കേട്ടോടെ പുള്ളി ബസ് കിട്ടിയെന്നാ പറഞ്ഞത്. നമുക്ക് അവിടെ പോയത് പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അപ്പൊ അത്രമാത്രം ഇഷ്ടപ്പെട്ടു കഥ എന്നാണ് മനസ്സിലായത്. അല്ല, കഥ നമുക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് മാത്രമാണല്ലോ ഇഷ്ടപ്പെട്ടത്. ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടം നമ്മൾ സിനിമ ആയതിനു ശേഷമാണ്. നമ്മളെ ആദ്യമായിട്ട് ഇമ്പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് ശരിയാവാൻ തെറ്റാണ്. ജീവൻ സാർ,
അധികമൊന്നും നമുക്ക് ഉപയോഗിക്കാത്ത ഇന്നത്തെ കുറച്ച് ചെറിയ ചെറിയ എലമെന്റ്സ് കൂടി സിനിമയുടെ അകത്തും പോസ്റ്ററിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ കടയിലും കയറുമ്പോൾ കേൾക്കുന്നത് നമുക്കുള്ള ശബ്ദമാണ് പൈസ ക്രെഡിറ്റ് ആയതിനു ശേഷം. ആ നന്ദിയുടെ എലമെന്റ് ആണ് പോസ്റ്ററിലടക്കം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇതുവരെ അങ്ങനെ ആരും യൂസ് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ പടത്തിനകത്തുള്ളൂ നമുക്ക് ഇതുവരെ സിനിമയിൽ കാണുന്നത്. ഈ എലമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് പിക്ക് ചെയ്തത്? എന്തൊക്കെ സ്ക്രിപ്റ്റിൽ കൊണ്ടുപോയി വെക്കണം? ആ ഐഡിയ എങ്ങനെയാണ്? കുറേ ഡിസ്കസ് ചെയ്തു. സാർ പറയുന്ന പോലെ നമ്മൾ കഥ പറഞ്ഞിട്ടും പ്ലസ് ഷൂട്ട് നടക്കുമ്പോൾ കുറേ നമ്മൾ സാറിൻ്റെ അടുത്ത് കുറേ വിഷയങ്ങൾ ചോദിക്കും. ഇനിയും കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ലൈനിൽ ഒരു മീറ്റർ നമ്മൾ ക്രോസ് ചെയ്യേണ്ട മൈൻഡിലുണ്ടായിരുന്നു. നമ്മൾ ഈ പടം കാണുമ്പോൾ ഐ തിങ്ക് ദാറ്റ് ഇസ് എവറി ആക്ടേഴ്സ് വാട്ട് ആൻ ആക്ടർ ബ്രിങ്സ് ടു ദ ടേബിൾ. നമ്മളൊരു 10-15 സെക്കൻഡ്സിൽ മമ്മൂക്ക പറഞ്ഞിട്ട് നമ്മൾ ഡൊമിനിക്കിൻ്റെ ഉള്ളിൽ പോകും. That was in that first scene itself, as I was directing also, I felt that. I forgot Mammootty sir and I started believing that this is Dominic and now how am I going to treat Dominic? So pop culture reference ആയിട്ട് നമ്മൾ കുറേ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. ഈ വാപ്പച്ചീസ് ലെഗസിയും ഈ നാസയ്ക്ക് വേണ്ടി സോഫ്റ്റ്വെയറും അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഓൾറെഡി സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു. റൈറ്റേഴ്സ് കൂട്ടി നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് കറക്ഷനൊക്കെ അത്യാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് അവർ തരും. അതുകൊണ്ട് നന്നാക്കാം അല്ലെങ്കിൽ ചെയ്തേക്കാം. നാസയെ കൊണ്ടല്ലോ ഓൾറെഡി. നാസയെ ഉണ്ടോ ഓൾറെഡി കൊടുത്തു. So അങ്ങനെ കുറേ ഡിസ്കസ് ചെയ്ത് we thought we'll keep a few things and we'll keep it on the meter also. സാറിലേക്ക് ഈ സിനിമ എത്തിയത് മഞ്ജു വാര്യർ ത്രൂ ആണെന്ന് എല്ലാ ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമ കാണുന്നതിന് മുമ്പും മഞ്ജു ചേച്ചിയുടെ ഒരു ക്യാമിയോ ഇതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് സംഭവിച്ചില്ല. അപ്പം ഇനി മലയാളത്തിൽ 10 പടങ്ങൾ അല്ലെങ്കിൽ മമ്മൂക്കയ്ക്കൊപ്പം 10 പടങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും മഞ്ജു ചേച്ചി ആയിട്ടുള്ളൊരു സിനിമ ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മൾ ഗൗതം സാറിൻ്റെ സിനിമകൾ പ്രണയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സാധനം. അപ്പം ഇതിൽ നോക്കിയപ്പം ഗോകുലിൻ്റെ ക്യാരക്ടറിൽ പ്രണയം ഉണ്ടാകുമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല. അപ്പം അടുത്തൊരു ലവ് സ്റ്റോറി മലയാളത്തിൽ ചെയ്യണം. ഹീറോ ഹീറോയിൻ പ്രേമിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കില്ല. അയാൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമുണ്ട്. മനസ്സിലായിട്ടില്ല, അത് പ്രണയമല്ലേ? മനസ്സിലായ പക്ഷേ He was intrigued and distracted by Namita and Gokul ഒരു പട്ടീൻ്റെ മിസ്സിംഗ് കേസായിട്ട് പോയതാണ് സാർ അയച്ചു തന്നപ്പോൾ. But otherwise, see, every director has a journey, ഒരു vision, we write. ഞാൻ തനിയാവർത്തനം കണ്ടപ്പോൾ I wanted to work with sir. അത് എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജസ് ആയിരുന്നു എൻ്റെ കരിയറിൽ. ഈ റൈറ്റിംഗ് സ്റ്റേജസും അമരം ഇങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ എഴുതുന്ന ഒരു കഥ ദിസ് ആക്ടർ വുഡ് ബ്യൂട്ടിഫുള്ളി ബ്രിങ് ഇറ്റ് ടു സ്ക്രീൻ ആൻഡ് ഇറ്റ് ബി എൻ ഓണർ ടു വർക്ക് വിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ജേർണി ആയിരുന്നു അത്. ഒരു മൈൻഡിൽ ബട്ട് മലയാളം ഇറ്റ്സ് സ്റ്റിൽ എ ലിറ്റിൽ ഔട്ട് ഓഫ് മൈ റീച്ച്. തമിഴിലെ സ്റ്റോറീസ്, തമിഴിലെ ആക്ടേഴ്സ്, അങ്ങനത്തെ ഒരു ഫ്ലോയിലായിരുന്നു. അപ്പോൾ ഞാൻ കഥ പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ എനിക്ക് വേട്ടയാട് വരാനും പിന്നെ പച്ചക്കിളിയും ചെറുവാരണമായാലും അച്ഛൻ മരിച്ചപ്പോൾ വാരണമാരുടെ കഥ, അങ്ങനെ ഒരു ജേർണി ആയിരുന്നു. നോട്ട് ദാറ്റ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു കം ബാക്ക്, ബട്ട് സംവെയർ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ ആൻഡ് എസ്പെഷ്യലി സാർ പറഞ്ഞ പോലെ ഡൊമിനിക് വാസ് ഡെഫിനറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം സാർ പറഞ്ഞപ്പോൾ സാർ ഹാസ് ഡൺ ടർബോ വേർ ഈസ് ഡൺ എ ലോട്ട് മോർ ആക്ഷൻ ആൻഡ് ഓൾ റീസെൻ്റ്ലി ഐ എം സീയിങ് കണ്ണൂർ സ്ക്വാഡ് ഓൾസോ. ബട്ട് ഡൊമിനിക് ഇസ് വെരി ഡിഫറെൻറ്റ് വിത്തിൻ ദാറ്റ് സ്പേസ്. ഡൊമിനിക് ഈസ് എ ലൂസർ. ഞാൻ ഫസ്റ്റ് സാറിന് പറഞ്ഞു ഈസ് എ ലൂസർ, ഈസ് എ ബാർ. പുള്ളിയിൽ കാശില്ല, ഹിസ് വൈഫ് ഇസ് ഡിവോഴ്സ് ഫ്രം ഹിം ആൻഡ് ഈ ഒരു ഡിറ്റക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കുന്നത് ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്ന ഒരു കേസാണ്. So all that I liked as a character, and he also grabbed that. He said this character is nice. He can be in any story. The next story, whether it's a film or not, could be Dominic and the pen. Dominic and the person missing from the ship. I'm just saying, Madhuri's son Vivek, who's gone missing 25 years ago. That could be the next story that he. I'm just saying. So I liked it as a character, and I thought that should be in the film. And ആ ജേർണിയിൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഒരു 45 days ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് വന്ന ഫീലിംഗ് എനി സ്ക്രിപ്റ്റ് ദാറ്റ് ഐ ഹാവ് ഐ ഷുഡ് ബ്രിങ് ടു ഹിം. സർ ലൈക്സ് ഇറ്റ് ഓർ നോട്ട്, ഐ ഷുഡ് ബ്രിങ് ഇറ്റ് ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു 10 films മോർ ഐ വോണ്ട് ടു വർക്ക് ആൻഡ് ലേൺ ബീയിങ് ഇൻ ദ സ്പേസ് ഓഫ് സംബഡി ലൈക്ക് ഹിം. ഈ 10 സിനിമയുടെ കാര്യമാണ് കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാണ് സർ, അവരാണ് എക്സാജറേറ്റ് പഠിച്ചത്. അതാണ് സത്യം. അത് മമ്മൂക്കായി ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് മഞ്ജു ഇൻട്രൊഡ്യൂസ് മീ ടു ഡോക്ടർ നീരജ്. അത് മഞ്ജു ആക്ട് ചെയ്ത് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ നീരജ് ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്.
എൻ്റെ അടുത്ത്. That didn't take off immediately. But I kept in touch with Dr. Neeraj and I kept asking him what else do you have എന്ന് പറഞ്ഞപ്പോൾ ഈ ഡൊമിനിക് ആൻഡ് ഒരു പേഴ്സിൻ്റെ ഒരു മിസ്സിംഗ് പേഴ്സ് അതെടുത്തിട്ട് ഒരു സ്റ്റോറി എന്ന് പറഞ്ഞപ്പോൾ I grabbed it. അത് അങ്ങനെയാണ് വീണ്ടും 10 സിനിമയിലേക്ക് പോവുകയാണെങ്കിൽ ഈ 10 സിനിമയിൽ അടുത്ത് വരണം ഡൊമിനിക് പാർട്ട് 2 ആയിരിക്കും. I think it's too early to talk about it. Also, I think Sir has already moved on to 3 other films and still counting. So, if we come up with a great story, we'll try and impress him on that. So, അങ്ങനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. സിനിമ കണ്ടു പേര് മാത്രമാണ് ഇത്രയും ആൾക്കാരെ ചോദിക്കാൻ 10-35-40 പേര് കാണും. സിനിമ കണ്ടു നിർത്തുന്നത് അങ്ങനെയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വന്നതിന് ശേഷം ഓരോ സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലൊന്ന് വ്യത്യസ്തമാണ്. അതേപോലെ സിനിമ ആരാധകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ്. സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്. മമ്മൂക്ക അഭിനയിക്കാത്ത അല്ലെങ്കിൽ അതെ അതെ അതേപോലെ ഈ സിനിമ ബാക്കപ്പ് ചെയ്യാമെന്ന് മമ്മൂക്ക തന്നെയാണ് വിളിച്ച് ഗൗതം സാറിനോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കപ്പ് ചെയ്യാൻ തോന്നിയ ആ ഒരു മൂവ്മെന്റ് എപ്പോഴായിരുന്നു? അല്ല അതല്ല, നമ്മൾ സിനിമകൾ ചെയ്യുന്നു, പിന്നെ ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കേണ്ട കാര്യം ബുദ്ധിമുട്ടിക്കേണ്ട പുള്ളി നമ്മൾ ഏതായാലും ഇവിടെ വീട്ടിൽ നടന്നിരിപ്പുണ്ടല്ലോ, നമുക്ക് തന്നെ അല്ലാതെ നമ്മൾ ആ സിനിമ പിടിച്ചെടുത്തൊന്നുമില്ല. പുള്ളി ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവരേണ്ട സമയം വേണ്ട, നമുക്ക് തുടങ്ങാം. അതുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മളില്ലാത്ത പടങ്ങളും ഉള്ള പടങ്ങളും ചെറിയ റോളഭിനയിക്കുന്ന പടങ്ങളൊക്കെ വരും, നമ്മളെക്കൊണ്ടാവുന്നവർ വരും. സിനിമ ഇറങ്ങി ഇന്നലെ കുറെ റിവ്യൂസ് വന്നു. അപ്പൊ റിവ്യൂസിലൊക്കെ എടുത്തു പറയുന്നത് എന്താ മമ്മൂക്കയും ഗോകുലേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടെന്നാണ്. ഇപ്പൊ സുരേഷേട്ടന്റെ മകനാണ്, പണ്ട് മുതലേ കാണുന്ന ഒരാളും കൂടാണ്. ഇപ്പൊ സിനിമയിൽ ഇൻസ്ക്രീൻ വരുമ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ? അത് ഈ ഗോകുലിന് ആദ്യം നമ്മളിപ്പോൾ അവൻ്റെ ഫാദറിൻ്റെ കൊടിക്കാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിൻ്റെ റെസ്പെക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അത് സിനിമയിൽ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. അവനിപ്പോൾ സെറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെ കാണുമ്പോൾ എഴുന്നേക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഒന്നും ചെയ്യില്ല, സാധാരണ രീതി പെരുമാറുന്നത്. സിനിമയിൽ നമ്മൾ വല്ല ഒരു സീനിയറും അസിസ്റ്റൻറ്റും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുള്ളൂ. നീ എന്നെ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടനോ മമ്മൂട്ടി സാറായിട്ടോ ഒന്ന് കാണും. അത് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ ഈ പ്ലെയിൻ വെരി വെൽ അല്ലേ, അത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അത് ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ശരിക്കും ഗൗതമൻ നമ്മളോട് അഭിനയിക്കുമ്പോൾ. അത് ആ സിനിമയിലുണ്ട്. അതാണ് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റായ ഗൗതമൻ അല്ലെ ഗോകുൽ. ബൈക്ക് മാത്രം കുറച്ച് സ്ലോ ആയിട്ട് ഓടിച്ചു, ബാക്കിൽ നമുക്കാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് പോയിക്കാറുണ്ട്. അത് മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. മൊത്തം ബൈക്കാണ് മേടിച്ചു കൊടുത്തു. ഈ സിനിമയല്ല നിങ്ങൾ കണ്ട കഴിഞ്ഞ ഒരു 10 സിനിമകളിലും സിംഗ് സൗണ്ട്. ഈ സിനിമയിൽ മാത്രമല്ല സിംഗ് സൗണ്ട്. പുള്ളിയെ എടുത്ത് പറഞ്ഞതാണ്. കഴിഞ്ഞ സിനിമകളിലൊക്കെ സിംഗ് സൗണ്ട്. സിംഗ് സൗണ്ട് എന്ന് പറയുന്ന ഒരു വേറെ രീതിയൊന്നുമല്ല, ലോകത്തെല്ലായിടത്തും വളരെ പ്രചാരമായി കാലാകാലങ്ങളായിട്ടുള്ളത്. നമ്മുടെ സിനിമകളിൽ ഈ ഡബ്ബിംഗ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പും ഡബ്ബിംഗ് സിംഗ് സൗണ്ട് ആയിരുന്നു. അത് മറ്റേ മിച്ചൽ ക്യാമറയൊക്കെ സൗണ്ട് ഇല്ലാത്ത ക്യാമറയാണ്. അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട് വേറൊരു മെഷീനും കൂടി ഉണ്ടാകും. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ സൗണ്ട് ഡയറക്ടറാണ് ആദ്യം സ്റ്റാർട്ട് പറയുന്നത്. അപ്പോൾ അത് പിന്നീട് അത് ഈ അതൊരു വലിയ കഥയാണ്. നിങ്ങൾക്ക് ഈ ഫോണിൽ സിനിമ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. അല്ല ഇവിടെ മമ്മൂട്ടി കമ്പനിയുടെ പക്ഷേ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗമാണ് ഇന്നും. മമ്മൂക്കാട് എല്ലാ സിനിമയിലും ഇപ്പോൾ വരുന്നുണ്ട്. ഈ സിനിമയില് ഒരു സീനാണെങ്കിലും ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഓട്ടത്തിലാണെങ്കിലും ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഓടുന്നു. എല്ലാം മമ്മൂക്കായുമായിട്ട് ഇത്രയും അടുത്ത് നിൽക്കുന്നത് എങ്ങനെയാണ്? സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ
ഞാൻ ലാലേട്ടൻ്റെ പടങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നെങ്കിലും ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയുടെ പടങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ ലാലേട്ടനോടുള്ള ഇഷ്ടം അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിലും മമ്മൂക്കാനെ കണ്ടതിന് ശേഷം മമ്മൂക്കാനോടാണ് കൂടുതൽ ഇഷ്ടം. കാണുന്നവരെ അതങ്ങനെ ആയിരുന്നില്ലെങ്കിലും കണ്ടതിന് ശേഷം ഓരോ പടം കഴിയും തോറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കറിയാലോ അതങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ മമ്മൂക്ക എപ്പോൾ വിളിച്ചാലും ഞാൻ റെഡിയാണ്. അപ്പോൾ മമ്മൂക്ക കമ്പനി ആണെങ്കിലും കമ്പനി അല്ലെങ്കിലും. നമുക്ക് ഈ അടുത്ത സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്ത് മമ്മൂക്ക സിനിമയോട് കാണിച്ച സന്നദ്ധ. അത് ആ സിനിമയുടെ കഥയിൽ സത്യസന്ധമായ കഥയിൽ ഞാനുണ്ട്. അപ്പോൾ അതിനോട് ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ ആ സിനിമ ആവില്ല. ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്നതൊക്കെ എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ്. മമ്മൂട്ടി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് കത്തെഴുതി ഞാൻ പറഞ്ഞില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് നമ്മളല്ലെങ്കിൽ പിന്നെ അവർക്ക് എടുക്കാൻ പറ്റാത്ത വളരെ ബ്രില്യൻ തോട്ടാണ്. അങ്ങനെ ഇല്ലാത്ത, അതായത് ഈ പാരലൽ ഹിസ്റ്ററിയിൽ നമുക്ക് സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്നേ അത്രേ ചെയ്തിട്ടുള്ളൂ. മലയാളം കോഴിക്കോട് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ ആ ഘട്ടത്തിലൊക്കെ മമ്മൂക്കയുടെ ആ ഒരു സാന്നിധ്യം എത്രത്തോളം ഗുണം ചെയ്തു? ഡബിങ്ങിന്റെ കാര്യത്തിലൊക്കെ മമ്മൂക്ക എങ്ങനെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഗുണം ചെയ്തോ അതോ ഒരു അതായത് കുറച്ച് കോൺഷ്യസ് ആവും. ഞാൻ മലയാളത്തിലേക്ക് സംസാരിക്കില്ല, അതുകൊണ്ട് കുറച്ച് കോൺഷ്യസ് ആണ്. പക്ഷെ ഡയലോഗ് എന്ന് പറയാൻ ബുദ്ധിമുട്ടില്ല. പുള്ളി സ്വന്തമായിട്ട് ഭാഷ ഉണ്ടാക്കി സംസാരിക്കുമ്പോഴും നമ്മളോട് സെറ്റിൽ സംസാരിക്കുമ്പോൾ നല്ല പ്രശ്നമായിരുന്നു. നിങ്ങൾ ഇത്രയും പേര് കൂടെ ഭയങ്കര മലയാളിക്കാരാണ് പേര് പഠിച്ചിട്ടാണ്. ഞാൻ സാറിന്റെ ഡയലോഗ്സ് ഒക്കെ സ്പോട്ടിൽ മലയാളത്തിലാണ് പറഞ്ഞത്. ആൻഡ് ബസൂക്കയിൽ എനിക്കൊരു നല്ല എക്സ്പീരിയൻസ്. അതിന് മുമ്പ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, അതും ലൈഫ് സൗണ്ട് ആയിരുന്നു, സിംഗ് സൗണ്ട് ആയിരുന്നു. ഇതിൽ സാറിൻ്റെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു നെർവസ് ഉണ്ടായിരുന്നു. പക്ഷെ സാറ് ഒരു നോ പ്രോബ്ലം ഡു ഇറ്റ് ലൈക്ക് ദിസ്. ആൻഡ് ഈ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ഒബ്ജക്ട്സിൻ്റെ സൗണ്ട്സ് വരാൻ പാടില്ല. അങ്ങനെ ഒരു ചെറിയൊരു അഡ്വൈസ് സാർ ഫസ്റ്റ് തന്നെ എനിക്ക് കൊടുത്തു. ആൻഡ് ഇറ്റ് വാസ് ഈസി ടു ആക്ട് വിത്ത് സാർ. ആൻഡ് ഡയലോഗ്സ് കൊടുത്ത് ഞാൻ ഏത് ലാംഗ്വേജിൽ ഞാൻ പറയും. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ട് സിംഗ് സൗണ്ട് ചെയ്യുന്ന ഒരു പടം കണ്ടുകൊണ്ടേയും എന്ന് പറയും തമിഴ് പടമാണ്. പക്ഷെ അതിനകത്ത് മുഴുവനായിട്ടില്ല, ഒരു 40% ഉണ്ട്. ആ സിംഗ് സൗണ്ടിൻ്റെ സൗണ്ടാണ് സിനിമയുള്ളത്. പല നല്ല സീനുകളുണ്ട്. അതിൻ്റെ ഗുണവും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇൻസെപ്ഷൻ എന്ന മൂവിയില് അതിന്റെ ക്ലൈമാക്സ് സീനിൽ മൈക്കിൾ കെയ്ൻ എന്ന ആക്ടർ ക്രിസ്റ്റഫർ നോളനോട് ചോദിച്ചു, ഈ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ റിയൽ ആണോ അതോ ഡ്രീം ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ക്രിസ്റ്റഫർ നോളൻ പറഞ്ഞു, ഇത് നിങ്ങൾ അഭിനയിച്ച സീൻ എല്ലാം റിയൽ ആണ് മിസ്റ്റർ മൈക്കിൾ കെയ്ൻ എന്ന് ചോദിച്ചു. അതേപോലെ മമ്മൂക്ക അഭിനയിച്ച ലിജോ ജോസ് പല്ലിശ്ശേരി ചിത്രത്തില് നൻപകൽ നേരത്തെ മയക്കം, അതിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു ഡ്രാമ കളിച്ചാണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. കൂടാതെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. കൂടാതെ തമിഴന്റെ ആത്മാവ് കയറി കൂടിയതാണെന്ന ഒരു വിഭാഗം പറയുന്നുണ്ട്. അതല്ലാതെ വേറെയും പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. ഇതിലെ മമ്മൂക്ക എന്നൊരു സിനിമാ പ്രേമി ആ സിനിമ കണ്ടതിന് ശേഷം ലിജോയോട് ചോദിച്ചിട്ടുണ്ടോ, ഇതിൽ ഏതാണ് ലിജോ എന്റെ ട്രാക്ക്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ട്രാക്ക് ചെയ്താണെന്ന് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. ലിജോ സാറ് ഒരു ഉത്തരം ഓഡിയൻസ് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് മമ്മൂക്കടി ചോദിക്കേണ്ടി വന്നത്. എന്നോട് പറഞ്ഞില്ല, പുള്ളി എന്നോട് പറയുന്നത്. അതങ്ങനെ ഒരു സിനിമയായിട്ട് തന്നെ കാണണം. നമ്മളെ ഒരു എന്താ പറയുക, ആ സിനിമ മലയാള സിനിമയ്ക്കൊരു മുതൽക്കൂട്ടായിട്ടുള്ള സിനിമയാണ്. സിനിമ മലയാളത്തിൽ മാത്രമേ വരൂ. ഇവിടെ ക്രിസ്റ്റഫർ നോളനൊന്നും ഇല്ലല്ലോ. നമ്മുടെ ആൾക്കാർ ചെറിയ ഭാഗങ്ങൾ. എന്നാലും മമ്മൂക്ക പ്രൊഡ്യൂസർ കൂടിയാണല്ലോ. അപ്പോൾ മമ്മൂക്ക ഓൾറെഡി ഒരു സംശയം ചോദിക്കുമല്ലോ. സത്യം പറയാൻ ഞാൻ ചോദിച്ചില്ല. കഴിഞ്ഞു.